കർത്താവിൽ പ്രിയരെ, യേശുവിനെ പോലെയാകാം പ്രതിദിന ധ്യാനത്തിലേക്ക് ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സർവാധിയായ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതായൊരു വിഷയത്തിലാണ് ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത്. തിരുവെഴുത്തുകൾ ഇപ്രകാരം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5:29. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. പ്രിയരെ, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതായ ഈ കാലയളവിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ദൈവിക കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിലനിൽക്കുവാൻ, വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കണം എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇപ്രകാരം ഒരു വാക്യം ഈ അപ്പോസ്തല പ്രവൃത്തികളെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ഭരണാധികാരികളും ഈ ലോകത്തിൻ്റെതായ നിയമങ്ങളുമൊക്കെ ദൈവിക നിയമത്തോട് പലപ്പോഴും ശത്രു മനോഭാവത്തോടെ ഇടപെടേണ്ടുന്നതായ നിമിഷങ്ങൾ വരുമ്പോൾ ഇവിടെ പറയുന്നു, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പിൻ എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 4:19 സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു. പ്രിയരെ, ഈ ലോക രാഷ്ട്രങ്ങളിലെല്ലാം എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ ഭരണഘടനയുണ്ട്. അപ്രകാരമെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിനും ദൈവത്തിൻ്റെതായ ഭരണഘടന, ദൈവത്തിൻ്റെതായ ചട്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് നാം അറിയുക. അപ്രകാരമെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്നതായ ദൈവത്തിൻ്റെ ജനം ദൈവരാജ്യത്തിൻ്റെ ഭരണഘടനയിലുള്ളതായ നിയമങ്ങളെ അനുസരിക്കേണ്ടതും പാലിക്കേണ്ടതുമാകുന്നു എന്നുള്ളത് കൂടെ നാം ഓർമ്മിക്കുകയും അത് നാം ഈ ലോകത്തിലായിരിക്കുന്നതായ സമയത്ത് നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണിച്ച് അത് നിലനിൽക്കേണ്ടതും ആവശ്യമാകുന്നു. അതുകൊണ്ട് തന്നെ സത്യവേദ പുസ്തകം നമ്മെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ള കാര്യങ്ങളെ ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയുകയില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 4:20 പറയുന്നു. ആദിമ നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ ദാസന്മാർ അവർ അനുഭവിച്ചതും രുചിച്ചറിഞ്ഞതും കണ്ടതും കേട്ടതുമായ അവരുടെ അനുഭവങ്ങളെ അവർ പൊതുജനത്തിൻ്റെ മധ്യേ അവർ സാക്ഷീകരിച്ചു. ആ സാക്ഷീകരണം ലോകത്തിൻ്റെ നിയമത്തിന് അത് വിരോധമായോ വിരുദ്ധമായി എന്ന് അവർ പ്രചരിപ്പിച്ചുകൊണ്ട് പലപ്പോഴും അവർ അനേകം ശിക്ഷകൾക്ക് വിധേയരായി. എങ്കിലും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി അവർ ദൈവരാജ്യത്തെക്കുറിച്ച് തന്നെ എന്ത് ചെയ്തു? പ്രസംഗിക്കുകയും അനേകരെ ശിക്ഷരായിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പ്രിയരെ, പ്രത്യാശയോടുകൂടി നാം അറിഞ്ഞ സത്യത്തിൽ നിലനിന്നുകൊണ്ട് വിശുദ്ധ ശബതുകളെ ആചരിച്ചുകൊണ്ട് നാം നിലനിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നുള്ളതായ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ സർവാധിപതിയായ ദൈവത്തെ നാം അനുസരിക്കേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ വചനത്തെ നാം അനുസരിക്കേണ്ടതാണ്. വാക്കുകളെ നാം ശ്രവിക്കുകയും ഗ്രഹിക്കുകയും ജീവിതത്തിൽ അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരേണ്ടതുമാകുന്നു എന്ന് തിരുവചനം നമ്മെ ശക്തമായിട്ട് പ്രബോധിപ്പിക്കുന്നു. സത്യവേദ പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത് തന്നെ അത്തരത്തിൽ ദൈവശബ്ദങ്ങളെ കേൾപ്പിക്കുവാൻ തക്കവണ്ണമാണ്. അങ്ങനെയെങ്കിൽ ഈ സർവാധിപതിയായ സകലത്തിൻ്റെയും സൃഷ്ടാവായിരിക്കുന്ന ഉടയവനായിരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ കാൽ കീഴിൽ അവൻ്റെ പാതയെ പിൻപറ്റി നമുക്ക് മുന്നോട്ട് പോകാനുള്ളതായ എല്ലാ കൃപാവരങ്ങളും വലിയവനായ ദൈവം നമുക്ക് തരുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനും നല്ലവനും വലിയവനുമായ ദൈവമേ, ഈ അനുഗ്രഹമേറിയതായ ഈ ഒരു പകൽക്കാലം കർത്താവ് നീ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. സർവാധിപതിയായ ദൈവത്തെ അനുസരിക്കുക, ആ ദൈവത്തെ അനുസരിക്കുന്നത് അനുഗ്രഹമാകുന്നു എന്ന് ഞങ്ങൾക്ക് കർത്താവ് ഇന്ന് പകൽക്കാലം നീ കേൾപ്പിച്ച് തന്നതിനായി സ്തുതിക്കുന്നു. ദൈവമേ, ഇത് ശ്രവിച്ചതായ, ഇത് കണ്ടതായ എല്ലാ ദൈവമക്കളെ നിന്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടെ നിന്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ, കുടുംബം ആയും ആളുപേരായും എല്ലാവരെയും നീ അവരെ അനുഗ്രഹിക്കണം. ഞങ്ങളിത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്, ഭവനത്തിന് ഇത് അനുഗ്രഹം എന്ന് തന്നെ അവർ പറയുവാൻ തക്കവണ്ണം സർവേശ്വര നീ ഇടവരുത്തും. നിന്റെ കൃപയാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായ എല്ലാവരെയും നീ അനുഗ്രഹിക്കും. സകലതും കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.